ഹായ് ഡിയർ ഫ്രണ്ട്സ്, മൈൻഡ് മിറർ വിത്ത് സമീറയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഒരാളെ പൂർണ്ണമായും വിശ്വസിച്ചു. നിങ്ങളുടെ സന്തോഷവും സങ്കടവും രഹസ്യങ്ങളും പങ്കുവച്ചു. പക്ഷേ ഒരു ദിവസം അതേ രഹസ്യങ്ങൾ മറ്റുള്ളവരുടെ വായിൽ നിന്ന് കേൾക്കേണ്ടി വന്നു. ആ നിമിഷം മനസ്സിലാകും, നമ്മളെ വേദനിപ്പിച്ചത് ശത്രുവല്ല, നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച ആളാണ് എന്ന്. എന്തുകൊണ്ടാണ് ചിലർ ഇങ്ങനെ ചെയ്യുന്നത്? ജന്മനാ അവർ മോശക്കാരാണോ, അതോ അതിന് പിന്നിൽ ചില മനഃശാസ്ത്രപരമായ കാരണങ്ങളുണ്ടോ? ഇന്ന് നമുക്ക് അത് എന്താണെന്ന് മനസ്സിലാക്കാം. ഫ്രണ്ട്സ്, സൈക്കോളജി പറയുന്നത് ഇങ്ങനെ പറയുന്നവരുടെ മനഃശാസ്ത്രം 6 അതെന്താണെന്ന് നോക്കാം. 1. അംഗീകാരം നേടാനുള്ള അതിയായ ആഗ്രഹം. ചിലർക്ക് എല്ലാവരുടെയും ശ്രദ്ധ വേണം. പുതിയ വിവരങ്ങൾ പറയുന്ന ആളായി അറിയപ്പെടാൻ അവർ മറ്റുള്ളവരുടെ സ്വകാര്യ രഹസ്യങ്ങൾ പോലും പങ്കുവെക്കും. ഓർമ്മിക്കൂ, രഹസ്യം പറയുന്ന ആളല്ല വിശ്വസിക്കാൻ പറ്റുന്നത്, രഹസ്യങ്ങൾ കാക്കുന്ന ആളാണ്. നമ്പർ 2, അസൂയ. നിങ്ങൾ മുന്നേറുന്നത് ചിലർക്ക് സഹിക്കാൻ കഴിയില്ല. നേരിട്ട് തടയാൻ കഴിയാത്തപ്പോൾ നിങ്ങളുടെ വിശ്വാസം തകർക്കുകയോ നിങ്ങളുടെ ബന്ധങ്ങളെ ദുർബലപ്പെടുത്തുകയോ ചെയ്യാൻ അവർ ശ്രമിക്കാം. നമ്പർ 3, സ്വന്തം സുരക്ഷ. ചില സാഹചര്യങ്ങളിൽ സ്വയം രക്ഷപ്പെടാൻ മറ്റൊരാളെ കുറ്റക്കാരനാക്കുന്നവരുണ്ട്. ഇത് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ഒരു രീതിയാണ്. നമ്പർ 4, ഗോസിപ്പ് നൽകുന്ന താൽക്കാലിക സന്തോഷം. ചിലർക്ക് മറ്റുള്ളവരുടെ സ്വകാര്യ കാര്യങ്ങൾ പറയുന്നത് ഒരു വിനോദം പോലെ തോന്നാം, എന്നാൽ അത് മറ്റൊരാളുടെ ജീവിതത്തെ എത്രത്തോളം ബാധിക്കുന്നുവെന്ന് അവർ ചിന്തിക്കാറില്ല. നമ്പർ 5, അതിരുകൾ മനസ്സിലാക്കാത്തവർ. എല്ലാ ആളുകൾക്കും സ്വകാര്യതയുടെ വില ഒരുപോലെ മനസ്സിലാകണമെന്നില്ല. ഇത് പറഞ്ഞാൽ എന്താണ് പ്രശ്നം എന്ന ചിന്ത ചിലർക്കും ഉണ്ടാകാം. നമ്പർ 6, വിശ്വാസം ഒരു പരീക്ഷണമാണ്. വിശ്വാസം ഒരാൾക്ക് ഒരുമിച്ച് കൊടുക്കേണ്ട സമ്മാനമല്ല, അത് സമയം കൊണ്ട് പരിശോധിക്കപ്പെടേണ്ട ഉത്തരവാദിത്തമാണ്. ഫ്രണ്ട്സ്, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നോക്കാം. എല്ലാവരോടും എല്ലാ കാര്യങ്ങളും പറയാതിരിക്കുക. ഒരാളുടെ വാക്കുകളേക്കാൾ പ്രവൃത്തികൾ ശ്രദ്ധിക്കുക. ഒരിക്കൽ വിശ്വാസം തകർത്തവർക്ക് വീണ്ടും വീണ്ടും അതേ രഹസ്യങ്ങൾ നൽകാതിരിക്കുക. വേദനയെ ഒരു പാഠമാക്കി മാറ്റുക. ഫ്രണ്ട്സ്, നിങ്ങളെ ഒറ്റുകൊടുത്ത ഒരാളെ നിങ്ങൾക്ക് നിയന്ത്രിക്കാനാവില്ല, പക്ഷേ ഇനി ആര് വിശ്വസിക്കണമെന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്ക് കഴിയും. വിശ്വാസം ജീവിതത്തിലെ ഏറ്റവും വിലയേറിയ സമ്പത്താണ്. അത് അർഹിക്കുന്നവർക്ക് മാത്രം നൽകുക. കാരണം രഹസ്യം കാക്കാൻ കഴിയുന്നവരാണ് ബന്ധങ്ങളും കാത്തു സൂക്ഷിക്കുന്നത്. ഓക്കെ, ഇറ്റ്സ് മീ സമീറ. യു ആർ വാച്ചിങ് മൈൻഡ് മിറർ വിത്ത് സമീറ. നിങ്ങളുടെ മനസ്സിന്റെ കണ്ണാടിയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.